നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത് BJP നേതാക്കന്മാർക്കൊക്കെ പാലക്കാട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സദസ്സിലേക്ക് ഇപ്പോൾ പരസ്യമായി വരാൻ ഒരു ഭയമുണ്ട്. ആ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ കൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന ഭയം നേതാക്കളെ വേട്ടയാടുന്നു എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് ലൈംഗികാരോപണം ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയോടൊപ്പം വേദി പങ്കിട്ടതിന് പ്രമീള ശശിധരൻ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. പിന്നാലെ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായി. നേതാക്കൾക്ക് ഇപ്പോൾ പൊതുവേദിയിലെത്താൻ ഭയമെന്നൊരടക്കം പറച്ചിലാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയോടൊപ്പം വേദി പങ്കിട്ട് മന്ത്രിമാരായ V ശിവൻകുട്ടിയും MP രാജേഷും. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിമാർക്കൊപ്പം രാഹുലും വേദിയിലെത്തിയത്. MP രാജേഷ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടെയാണ് രാഹുൽ അവിടേക്ക് വന്നത്. മാത്രമല്ല, രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ ഉടൻ തന്നെ വേദിയിൽ നിന്ന് വിട്ടുപോയതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ച തന്നെയാണ്. വിഭിന്നമായ നിലപാടുകളാണ് മന്ത്രി V ശിവൻകുട്ടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. നമ്മളത് കണ്ടതാണ്. ആദ്യം ന്യായീകരിക്കുന്നു, പിന്നീട് മന്ത്രി അത് നിലപാട് മാറ്റുന്നു. ആദ്യം ന്യായീകരിച്ചത് ഇപ്രകാരമാണ്: രാഹുലിനെ തടയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല എന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടക്കുന്നതേയുള്ളൂ. ഗർഭചിത്ര ആരോപണം അടക്കം നേരിടുന്ന വ്യക്തിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി വേദി പങ്കിട്ട സംഭവത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. രാഹുൽ പാലക്കാട് MLAയാണ്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. രാഹുലിനെ തടയില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. കേസ് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയെ മാറ്റി നിർത്തുകയോ പരിപാടിയിൽ പേര് വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ അന്തസ്സിന് നിരക്കുന്നതല്ല. രാഹുലിനെ വേണമെങ്കിൽ പങ്കെടുപ്പിക്കാതിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. BJP കൗൺസിലർ ഇറങ്ങിപ്പോയത് അവരുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് V ശിവൻകുട്ടിയുടെ പ്രതികരണം സർക്കാർ നടത്തുന്ന പരിപാടിയിൽ നിന്നും ഒരു ജനപ്രതിനിധിയെ മാറ്റി നിർത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം വേദികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കണമെന്നുമായിരുന്നു V ശിവൻകുട്ടിയുടെ പിന്നീടുള്ള പ്രതികരണം. ഈ വിഷയത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇനിയും ഇത്തരം വിവാദങ്ങൾക്ക് ഇടവരുത്താതിരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. ഒരു ജനപ്രതിനിധിയെ ഇത്തരം വേദികളിൽ നിന്ന് മാറ്റി നിർത്താൻ നിയമപരമായി സാധിക്കില്ല. ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തി രാഹുൽ ഇത്തരം വേദികളിൽ നിന്നും സ്വയം മാറി നിൽക്കണമെന്നായിരുന്നു V ശിവൻകുട്ടി MLAയുടെ പിന്നീടുള്ള പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നിലവിൽ അന്വേഷണത്തിലാണ്. നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ. എന്നാൽ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാതൃകയാണ്ട വേദികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സ്വയമേവ വിട്ടുനിൽക്കുന്നതാണ് ഉചിതമായ നിലപാടെന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നു. ഭാവിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെയും ധാർമ്മിക ചിന്തകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ സർക്കാർ എന്ന് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. എന്തായാലും വിഭിന്നമായ നിലപാട് ഒരു വിഷയത്തിൽ മന്ത്രി സ്വീകരിക്കുന്നു. മാത്രമല്ല, BJP കൗൺസിലർ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. നേതാക്കൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ ഉണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ BJP നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം നിലവിൽ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.